ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റേഴ്സിന്റെ പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മോഡേൺ ഇന്ത്യയിലെ കുറച്ച് വൈസ്രോയിമാരുടെ കുറച്ച് ഏരിയ പറ്റിയാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ബ്രിട്ടീഷ് അധിനിവേശം ഇന്ത്യയിൽ എന്നുള്ള ഈ ഒരു സെഷനിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ 1858 ശേഷം ഒന്നാം സ്വാതന്ത്ര്യ സമരം, മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഏകദേശം 20ഓളം വൈസ്രോയിമാരായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ട് ഇന്ത്യ ഭരിച്ചിരുന്നത്. അവരെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്കൊരു സീരീസ് പോലെ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് തുടങ്ങാം. അതേസമയം ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യാത്ത രീതിയിലും നമുക്ക് കാര്യങ്ങളെ ബ്രീഫായിട്ട് മനസ്സിലാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് സെഷൻ തുടങ്ങല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് 1858 ആദ്യത്തെ വൈസ്രോയിയാണ്, ആദ്യമായിട്ട് വന്നിട്ടുള്ള ആദ്യ വൈസ്രോയി ആയിരുന്നു ചാൾസ് കാനിങ് അല്ലെങ്കിൽ കാനിങ് പ്രഭു. ഫസ്റ്റ് ഏൾ ഓഫ് കാനിങ് എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ ഭരണകാലഘട്ടം 1858 മുതൽ 1862 വരെയുള്ള കാലഘട്ടമായിരുന്നു ഇദ്ദേഹം ഇന്ത്യയിൽ ഭരിച്ചിരുന്നത്. വൈസ്രോയി ആകുന്നതിന് മുന്നേ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നു നമ്മുടെ ഈ കാനിങ് പ്രഭു. വൈസ്രോയി ആകുന്നതിന് മുന്നേ ഗവർണർ ജനറൽ ആയിട്ടുള്ള ഏക വ്യക്തിയും കാനിങ് പ്രഭു തന്നെയായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വൈസ്രോയി ആയിരുന്നത് കാനിങ് പ്രഭു ആയിരുന്നു. 1857 മെയ് 10 മീററ്റിലായിരുന്നു 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. സിപ്പായി ലഹള അല്ലെങ്കിൽ സിപ്പോയി മ്യൂട്ടിനി എന്നറിയപ്പെടുന്ന ഈ ഒരു കലാപത്തിൽ ഒരുപാട് ആൾക്കാർക്ക്, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്ക് അവരവരുടേതായിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു നിന്ന് പോരാടിയ ഈ ഒരു യുദ്ധം സിപ്പോയി മ്യൂട്ടിനി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1857 മെയ് 10 മീററ്റിൽ ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ സമയത്ത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് പാൽമർസ്റ്റോൺ ആയിരുന്നു. ഈ ഒരു സമയത്ത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് പാൽമർസ്റ്റോണും ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നത് വിക്ടോറിയ രാജ്ഞിയുമായിരുന്നു. ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ, ഏകദേശം 50 കോടിയോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതകളാണ് ഈ ഒരു കലാപം, ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഈ ഒരു സിപായി ലഹള ബ്രിട്ടീഷ് സർക്കാരിന്, ബ്രിട്ടീഷ് ഗവൺമെന്റിന് വരുത്തി വെച്ചത്. വൻ സാമ്പത്തിക ബാധ്യതയിലേക്ക് ഒരു ഘട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഏകദേശം 50 കോടിയോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതയായിരുന്നു ഈ ഒരു കലാപത്തിൽ അവർക്ക് ചെലവായത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം കൊണ്ടുവന്ന പ്രധാന മാറ്റങ്ങൾ, പുരോഗമനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മദ്രാസ്, ബോംബെ, കൽക്കത്ത യൂണിവേഴ്സിറ്റികൾ നിലവിൽ വന്നത് കാനിങ് പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റികൾ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഒരു നിയമമായിരുന്നു വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറഞ്ഞ ഒരു നിയമം. ഈ ഒരു വുഡ്സ് ഡെസ്പാച്ച് തയ്യാറാക്കിയത് ചാൾസ് വുഡ് എന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരുന്നു. ഈ ഒരു വുഡ്സ് ഡെസ്പാച്ച് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന ഒരു പേരിൽ അറിയപ്പെട്ട ഒരു നിയമമായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് എന്നുള്ള നിലയിൽ അവതരിപ്പിച്ച ഒരു നിയമമായിരുന്നു വുഡ്സ് ഡെസ്പാച്ച്. ഇത് 1854 നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ യൂണിവേഴ്സിറ്റി കൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ്. ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ മോഡേൺ ഇന്ത്യ. ആധുനിക ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റി. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന നിയമമായിരുന്നു 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ ആക്ടിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട്. ഈ ഒരു വിളംബരം, ക്യൂൻസ് വിളംബരം, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരോടുള്ള മഹാറാണിയുടെ വിളംബരം, ബ്രിട്ടീഷ് മഹാറാണിയുടെ വിളംബരം എന്നറിയപ്പെടുന്നു ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഇത് വിളംബരം നടത്തിയത് അലഹാബാദിൽ വെച്ചാണ്. യുപിയിലെ അലഹാബാദിൽ വെച്ചാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട് വിളംബരം നടന്നത്. അടുത്ത നമുക്ക് പറയാനുള്ളത് 1859 നടന്ന ഒരു കലാപമായിരുന്നു വൈറ്റ് മ്യൂട്ടിനി എന്ന ഒരു കലാപം നടന്നത് 1859 അപ്പോൾ 1859 നടന്ന ഒരു കലാപമായിരുന്നു വൈറ്റ് മ്യൂട്ടിനി. പിന്നെ പറയാനുള്ളത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞ ഒരു വിവാദപരമായിട്ടുള്ള ഒരു ഉത്തരവായിരുന്നു. അത്
നിലവിൽ വന്നത് ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ഒരു ഡോക്ട്രിൻ ആയിരുന്നു. ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. വിവാദമായിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾക്ക് വഴിതെളിച്ച ഒരു ഉത്തരവായിരുന്നു ഈ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞ ഒരു നടപടി. എന്ന് പറയുമ്പോൾ ഏറ്റെടുക്കാൻ അനന്തരാവകാശികളില്ലാത്ത, ഇപ്പോൾ മക്കളൊന്നും ഇല്ലാത്ത രാജവംശങ്ങൾ, രാജകുടുംബമാണ് എന്നുണ്ടെങ്കിൽ, ഈ മക്കളില്ലാത്ത രാജകുടുംബങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കാലശേഷം, അവരുടെ മരണശേഷം ഈ ഒരു രാജവംശം അല്ലെങ്കിൽ ഈ ഒരു നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ള ഒരു വളരെ വിവാദമായിട്ടുള്ള ഒരു ഉത്തരവായിരുന്നു ഈ ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഇതിൻ പ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യമായിരുന്നു സത്താറ. അപ്പോൾ ഈ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് വിവാദമായിട്ടുള്ള ഈ ഒരു നടപടിയെ പിൻവലിച്ചത് കാനിങ് പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ഈ വിവാദപരമായിട്ടുള്ള ഈ ഒരു നടപടിയെ പിൻവലിച്ചത്, ഈ ഒരു ഉത്തരവിനെ പിൻവലിച്ചത് കാനിങ് പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിൽ 1859 അടുത്തത് ബംഗാൾ റെന്റ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം. 1859 തന്നെ നിലവിൽ വന്ന മറ്റൊരു നിയമമായിരുന്നു ബംഗാൾ റെന്റ് ആക്ട്. ഈ ഒരു നിയമപ്രകാരം ബംഗാളിലെ പാവപ്പെട്ട കുടിയാന്മാർക്ക് അർഹമായിട്ടുള്ള ഒരു പ്രതിഫലം ലഭിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു നിയമമായിരുന്നു ബംഗാൾ റെന്റ് ആക്ട്. ഈ ഒരു നിയമം നിലവിൽ വന്നത് 1859 കാനിങ് പ്രഭു കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു ഈ ബംഗാൾ റെന്റ് ആക്ട്. ആദ്യത്തെ ഓർഗനൈസ്ഡ് ഫാർമേഴ്സ് റിവോൾട്ട് ആയിരുന്ന ഇൻഡിഗോ റിവോൾട്ട് ബംഗാളിൽ ഇൻഡിഗോ റിവോൾട്ട് നടന്നത് കാനിങ് പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. ഫസ്റ്റ് ഓർഗനൈസ്ഡ് ഫാർമേഴ്സ് റിവോൾട്ട് ആയിട്ടുള്ള, കൃഷിക്കാരുടെ സംഘടിതമായിട്ടുള്ള ആദ്യ കലാപമായിട്ടുള്ള ഇൻഡിഗോ റിവോൾട്ട് നടന്നത് ബംഗാളിലായിരുന്നു. അത് നടന്നത് കാനിങ് പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. ഈ നീലം കർഷകർ, ഈ ഇൻഡിഗോ എന്ന് പറയുമ്പോൾ നീലമാണ്. ഇപ്പോൾ നമ്മുടെ തുണികളിലൊക്കെ ചായ മുക്കുന്ന ഒരു വസ്തുവാണ് നീലം. അപ്പോൾ അവരുടെ കൃഷിക്ക് മതിയായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന പേരിലൊക്കെ ആയിരുന്നു അന്ന് അവിടെ ആ ഒരു റിവോൾട്ട് നടന്നത്. അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ദിഗംബർ ബിശ്വാസ്, വിഷ്ണു ചരൺ ബിശ്വാസ് എന്നീ 2 വ്യക്തികൾ ചേർന്നായിരുന്നു ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയത്. 1859 ഈ ഒരു കലാപം നടന്നത്. അപ്പോൾ ഈ ഒരു കലാപത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു നാടകമൊക്കെ അന്ന് അതിനുശേഷം ഉണ്ടായി. നീൽ ദർപ്പൺ എന്നൊരു നാടകം ഒക്കെ രചിക്കപ്പെട്ടു. ആ നീൽ ദർപ്പൺ എന്ന പേരുള്ള ഒരു ബംഗാളി നാടകം രചിച്ചത് ദീനബന്ധു മിത്ര ആയിരുന്നു. നീൽ ദർപ്പൺ എന്ന പേരുള്ള ഈ ഒരു നാടകം രചിച്ചത് ദീനബന്ധു മിത്ര ആയിരുന്നു. അപ്പോൾ നീലം കർഷകരെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ലഹളയായിരുന്നു ഇൻഡിഗോ റിവോൾട്ട്. ദിഗംബർ ബിശ്വാസ്, വിഷ്ണു ചരൺ ബിശ്വാസ് എന്നീ 2 വ്യക്തികൾ ചേർന്നായിരുന്നു ഈ ഒരു ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. നീൽ ദർപ്പൺ എന്ന ഒരു നാടകം ഈ ഒരു നീലം കർഷകർ നടത്തിയിട്ടുള്ള ഇൻഡിഗോ റിവോൾട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ബംഗാളി നാടകമായിരുന്നു നീൽ ദർപ്പൺ. ഇത് രചിച്ചത് ദീനബന്ധു മിത്രയാണ്. അതുപോലെ തന്നെ 1860 മെക്കാളെ പ്രഭുവിന്റെ നേതൃത്വത്തിൽ IPC ഇന്ത്യൻ പീനൽ കോഡ് തയ്യാറാക്കപ്പെട്ടത്. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് തയ്യാറാക്കിയത് ജെയിംസ് വിൽസൺ ആണ്. അത് 1860 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ജെയിംസ് വിൽസൺ ആണ്. 1860 ഈ ഒരു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ഇന്ത്യൻ പേപ്പർ കറൻസി ആക്ട് നിലവിൽ വരുന്നത് 1861 അപ്പോൾ ഇന്ത്യൻ പേപ്പർ കറൻസി ആക്ട് നിലവിൽ വന്നത് 1861 ഇന്ത്യൻ പോലീസ് ആക്ട് നിലവിൽ വന്നത് 1861 അതുപോലെ തന്നെ നിലവിൽ വന്ന മറ്റൊരു ആക്ടാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. നിലവിൽ വന്നതും 1861 അപ്പോൾ ഇത്രയും നിയമങ്ങൾ. ഇന്ത്യൻ പേപ്പർ കറൻസി ആക്ട് നിലവിൽ വന്നത് 1861 ഇന്ത്യൻ പോലീസ് ആക്ട് നിലവിൽ വന്നത് 1861 അതുപോലെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് നിലവിൽ വന്നതും 1861 അതുപോലെ ഇന്ത്യൻ ഹൈക്കോടതി ആക്ട് 1861 നിലവിൽ വന്നു. മാത്രമല്ല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് 1861 അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് 1861 ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതികൾ വേണം എന്നുള്ള ഒരു നിയമം വന്നത് ഇന്ത്യൻ ഹൈക്കോടതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. 1861 ഈ ഒരു ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നത്. അപ്പോൾ
പ്രധാനപ്പെട്ട നിയമങ്ങൾ 1861 നിലവിൽ വന്ന പ്രധാന നിയമങ്ങളായിരുന്നു ഇന്ത്യൻ പേപ്പർ കറൻസി ആക്ട്, ഇന്ത്യൻ പോലീസ് ആക്ട്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, പിന്നെ ഇന്ത്യൻ ഹൈക്കോടതി ആക്ട്. അപ്പോൾ ഇത്രയും നിയമങ്ങളും പിന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന ഒരു സ്ഥാപനവും നിലവിൽ വന്നത് 1861. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ വൈസ്രോയി ആകുന്നതിന് മുന്നേ ഗവർണർ ജനറൽ ആയിട്ടുള്ള ഏക വ്യക്തിയായിരുന്നു നമ്മുടെ കാനിങ് പ്രഭു. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ശിപായി ലഹള സമയത്തെ വൈസ്രോയി ആയിരുന്നു കാനിങ് പ്രഭു. 1857 മെയ് 10 മീററ്റിലായിരുന്നു ഈ ഒരു ശിപായി ലഹള പൊട്ടിപ്പുറപ്പെടുന്നത്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഈ ഒരു സമയത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പാൽമർ സ്റ്റോണും ഈ സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നു വിക്ടോറിയ രാജ്ഞിയും. പിന്നെ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കുറേയേറെ മുന്നേറ്റങ്ങൾക്ക് കാരണമായി. കൽക്കട്ട, ബോംബെ, മദ്രാസ് തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള ഒരു നിയമമായിരുന്നു വുഡ്സ് ഡെസ്പാച്ച്. ഈ ഒരു വുഡ്സ് ഡെസ്പാച്ച് തയ്യാറാക്കിയത് ചാൾസ് വുഡ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വുഡ്സ് ഡെസ്പാച്ചിനെ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന നിയമമായിരുന്നു വുഡ്സ് ഡെസ്പാച്ച്. ഇത് തയ്യാറാക്കപ്പെട്ടത് 1854 അപ്പോൾ ആധുനിക ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റിയാണ് കൽക്കത്ത യൂണിവേഴ്സിറ്റി. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിനെ ക്വീൻസ് പ്രൊക്ലമേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ത്യൻ ജനതയോടുള്ള ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഈ ഒരു വിളംബരം പുറപ്പെടുവിച്ചത് അലഹാബാദിൽ വെച്ചാണ് അടുത്ത് പറയാനുള്ളതെന്ന് പറയുമ്പോൾ വൈറ്റ് മ്യൂട്ടിനി നടന്നത് 1859 ഡോക്ട്രീൻ ഓഫ് ലാപ്സ്, വളരെ വിവാദമായിട്ടുള്ള ദത്താവകാശ നിരോധന നിയമം 1859 പിൻവലിച്ചു. ഈ ഒരു ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു ആയിരുന്നു. അടുത്തത് ബംഗാൾ റെന്റ് ആക്ട്, പാവപ്പെട്ട കുടിയാന്മാർക്ക് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു ബംഗാൾ റെന്റ് ആക്ട്. ഇത് 1859 നിലവിൽ വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കർഷക ലഹള, ഇൻഡിഗോ ലഹള നടന്നത് ബംഗാളിലാണ് നടന്നത്. ദിഗംബർ ബിശ്വാസ്, വിഷ്ണു ചരൺ ബിശ്വാസ് എന്നീ 2 വ്യക്തികളാണ് ഈ ഒരു ഇൻഡിഗോ റിവോൾട്ടിന് നേതൃത്വം നൽകിയത്. 1859 ഈ ഒരു റിവോൾട്ട് നടന്നത്. ഇതിനെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട ഒരു നാടകമാണ് നീൽ ദർപ്പൺ. ഇതൊരു ബംഗാളി നാടകമാണ്. ഇതിന്റെ രചയിതാവ് ദീനബന്ധു മിത്രയാണ് ഈ ഒരു നാടകത്തിന്റെ രചയിതാവ്. മെക്കാളെ പ്രഭു IPC നടപ്പിലാക്കിയത് 1860 IPC നിലവിൽ വന്നത് മെക്കാളെ പ്രഭുവിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ട ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത് 1860 അപ്പോൾ മെക്കാളെ പ്രഭുവിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ട IPC ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത് 1860 പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് തയ്യാറാക്കിയത് ജെയിംസ് വിൽസൺ ആണ്. 1860 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് തയ്യാറാക്കിയത്. അപ്പോൾ ഇതിന്റെ കൂടെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ ബഡ്ജറ്റ് PC മഹാലനോബിസ് ആണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. പിന്നെ ഇന്ത്യൻ പേപ്പർ കറൻസി ആക്ട് 1861, ഇന്ത്യൻ പോലീസ് ആക്ട് 1861, പിന്നെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861, ഇന്ത്യൻ ഹൈക്കോടതി ആക്ട് 1861. അപ്പോൾ ഇത്രയും നിയമങ്ങൾ ഒന്നും കൂടി പറയാം. ഈ നിയമങ്ങളുടെ പേര്: ഇന്ത്യൻ പേപ്പർ കറൻസി ആക്ട്, ഇന്ത്യൻ പോലീസ് ആക്ട്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, ഇന്ത്യൻ ഹൈക്കോടതി ആക്ട്. ഇത്രയും നിയമങ്ങൾ നിലവിൽ വന്നത് 1861. പിന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന ഒരു സ്ഥാപനം പൗരാണിക സ്മാരകങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അത് നിലവിൽ വന്നത് നമ്മുടെ ഈ ഒരു കാനിങ് പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിൽ 1861. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു കാനിങ് പ്രഭുവിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഏത് രീതിയിലുള്ള ഒപ്പീനിയൻ ആണ് എന്നുണ്ടെങ്കിലും അത് അറിയിക്കുക. അപ്പോൾ പുതിയൊരു സെഷനുമായിട്ട് ഉടനെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും ഈ ഒരു സെഷൻ കേട്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.